അപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവർ 2 വീക്സ് കഴിഞ്ഞപ്പം ചെക്ക് ചെയ്തിട്ട് തന്നെ വിളിച്ച് പറഞ്ഞു ചെറിയൊരു ഇതുണ്ട്, മാറ്റമുണ്ട്. അങ്ങനെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷം. അത് ഈ തൊലിപ്പുറത്ത് ഇങ്ങനെ വ്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിൽ അസുഖമായിരുന്നു അല്ലേ? തൊലിപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല, അത് ഇന്റേണലിയും എഫക്റ്റ് ചെയ്യും. അതായത് അത് ഒരു ഭാഗത്ത് മാത്രമല്ല, അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന ടൈപ്പ്. കീമോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു, ചെയ്തിട്ടും എഫക്റ്റ് അല്ല. അതായത് അപ്പോൾ ആ സമയത്ത് ഓക്കെ, പിന്നെ വേറൊരു സ്ഥലത്തായിരിക്കും അത് വരിക. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് മാറി കിട്ടിയത്. അപ്പം അതൊരു സന്തോഷം, ഒരു വലിയൊരു അനുഭവമാണല്ലേ. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗ്രീഷ്മയാണ്. ഗ്രീഷ്മ റേക്കി മാസ്റ്റർ ടീച്ചറാണ്, സൗണ്ട് ഹീലറാണ്, ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്, സൂംബ ട്രെയിനറാണ്, യോഗ ട്രെയിനറാണ്, ഡയറ്റീഷ്യനാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. തൃശ്ശൂരാണ് സ്വന്തം നാട്. അപ്പം റേക്കി ഹീലിംഗ് ഒരുപാട് പേർക്ക് അറിയാം. നമ്മൾ ഇതിനു മുമ്പത്തൊരു വീഡിയോയിൽ ഫ്രീ സെഷനൊക്കെ കൊടുക്കുകയുണ്ടായി. അത് ഒരുപാട് പേരിലേക്ക് എത്തുകയും അവർക്ക് എഫക്റ്റീവായിട്ട് അത് കിട്ടുകയും ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പം റേക്കി പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സൗണ്ട് ഹീലിങ്ങിലേക്കും വന്നു. പിന്നെ ഇത് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിട്ടും പിന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന രോഗങ്ങൾ വരെ മാറി കിട്ടുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കമ്പൈൻ ചെയ്തുകൊണ്ട് പോകുന്നത്? സൗണ്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായൊരു മേഖലയാണ്, റേക്കി എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ആദ്യം പറഞ്ഞ പോലെ തന്നെ റേക്കി എന്ന് പറയുന്നത് വേറൊരു എനർജിയാണ്, നമ്മൾ ചുറ്റുമുള്ളൊരു എനർജി. സൗണ്ട് ഹീലിങ്ങിൽ യൂസ് ചെയ്യുന്നത് സൗണ്ട് വെച്ചിട്ട്, അതായത് ഇപ്പം സൗണ്ട് വെച്ചിട്ട് എന്തിനേയും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനായാലും ഏത് പാറ്റേൺ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. സൗണ്ട് പൊല്യൂട്ടഡും ആക്കാം, അതെ. അത് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അത് ഇച്ചിരി സാഡ് സോങ് ആണെങ്കിൽ നമ്മൾ ആ മോഡിലേക്ക് പോകും അല്ലേ. ഇച്ചിരി ഹാപ്പി ആണെങ്കിൽ ഹാപ്പി മൂഡിലേക്ക് പോകും. അതല്ലെങ്കിൽ ഇച്ചിരി കാം ആൻഡ് ക്വയറ്റ് നമുക്കൊരു മെഡിറ്റേഷൻ മോഡിലേക്ക് പോകണമെങ്കിൽ ആ സൗണ്ട് യൂസ് ചെയ്താൽ മതി. അപ്പം അതുപോലെ തന്നെയാണ് ഒരു സൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ എല്ലാ തലങ്ങളിലും നമുക്ക് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പുതിയൊരു എന്താ പറയുക, ഹീലിംഗ് ആണ് ശരിക്കും കിട്ടുന്നത്. പുതിയൊരു മെന്റൽ റിലീഫ് അല്ലെ, ഒരു വെൽബീയിങ് അല്ലേ, ആ രീതിയിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ഫിസിക്കലി മെന്റലി ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു സൗണ്ട് ഒരു പ്രത്യേക ഹേർട്സിൽ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിൻ വേവ്സ് മാറുകയും നമുക്കൊരു മൊത്തത്തിലൊരു ആശ്വാസം, ഒരു സ്ട്രെസ് റിലീഫൊക്കെ ഫീൽ ചെയ്യുകയാണ്. ഒന്നാമത് ഈ റേക്കി എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. അതായത് നമുക്ക് അതിൽ നെഗറ്റീവ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തു പോരുന്നത്? ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ബുദ്ധ സന്യാസിമാരാണ് ഈ സൗണ്ട് ഹീലിംഗ് അല്ലെങ്കിൽ ബൗൾസ്, ടിബറ്റൻ ബൗൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹീലിംഗ് കൊടുത്തിരുന്നത്. അപ്പോഴേ തന്നെ ഉണ്ട്. അവര് ചാൻഡിങ് കൂടെ അതിൽ കൂടെ ചെയ്തിട്ടാണ്, ചാൻഡിങ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് അവർ ഹീലിംഗ് കൊടുക്കാറ്, അല്ലെങ്കിൽ അവർ അതിന് മൊണസ്ട്രിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് ആ ചാൻഡിങ് വെച്ചിട്ട് അത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേക്ക് വെച്ചിട്ട് നമുക്ക് സൗണ്ട് ഹീലിംഗ് കൂടെ ചെയ്യാം. അപ്പം ഞാൻ റേക്കി ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് ഹീലിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്ന സമയത്താണ് ഈ സൗണ്ട് ഹീലിംഗ് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അതിലൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തു. അതായത് എൻ്റെ ശരീരത്തിൽ ആ വേവ്സ് അല്ലെങ്കിൽ ആ വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസം തോന്നി പെട്ടെന്നൊരു ഇത്. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ ഇത് പഠിക്കണം എന്ന് വിചാരിച്ച് നടന്നത്. അത് പഠിച്ചപ്പോൾ പിന്നെ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ സൗണ്ട് ഹീലിംഗ് മാത്രമായിട്ട് ചെയ്തു നോക്കി. ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്തേക്ക് ഭൂരിഭാഗം വരുന്നത് കുട്ടികളാണ്. എല്ലാവരും ഉണ്ട്, എല്ലാ ഏജിലും അല്ലെങ്കിൽ എല്ലാ ഇതിലുള്ളതും ഉണ്ട്. കൂടുതൽ കുട്ടികളുണ്ട്. കുട്ടികളിൽ വന്നത് ഒരു കുട്ടി വന്നത് ഇച്ചിരി സ്ലോ ആണ് കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യാനും ചെയ്യാനും ഒക്കെ. ആ കുട്ടിക്കാണ് ഞാൻ ആദ്യമായിട്ട് സൗണ്ട് ഹീലിംഗ് കൊടുക്കുന്നത്. ഈ സിംഗിങ് ബൗൾസ് വെച്ചിട്ടാണോ? സിംഗിങ് ബൗൾസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ സൗണ്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഓഷൻ ഡ്രം അല്ലെങ്കിൽ റെയിൻ സ്റ്റിക്ക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്.
നമുക്ക് ശരിക്കൊരു നമ്മൾ കടൽ തീരത്ത് ചെന്നിട്ട് ഒന്ന് കണ്ണടച്ച് കിടന്നിട്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അത് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇത് ഉണ്ടാക്കുക, നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഇത് അനുഭവിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഞാൻ 2 സെഷനേ കൊടുത്തിട്ടുള്ളൂ ആ കുട്ടിക്ക്. അപ്പോഴേക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടായി. ആ ഒരു സ്ലോനെസ് ഒക്കെ മാറി കുറച്ചുകൂടെ ഒന്ന് അബ്രപ്റ്റ് ആവാൻ തുടങ്ങി. ഇപ്പം ആ സ്ലോനെസ് ഇപ്പം നമുക്ക് പറയാൻ പറ്റും. ചിലപ്പം വീട്ടിലുള്ളവർ അങ്ങനെ ആയിരിക്കാം, ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അത്രയും ഇതാവുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു ഇതാണ്. അതിലേതെങ്കിലും ഒരാളുടെ പാറ്റേൺ ആണ് കുട്ടിക്ക് ഫോളോ ചെയ്യുന്നത്. ചെറുപ്പത്തിലേ അതിനെ കാണുന്നില്ല. നമ്മൾ പറയില്ലേ, ഇപ്പം ഗർഭിണിയായിരിക്കുമ്പം നമ്മൾ കുട്ടികളോട് സംസാരിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അത് സൗണ്ട് വെച്ചിട്ടാണ്. ശരിക്കും സൗണ്ട് വെച്ചിട്ട് എന്ന് പറയുമ്പം ഈ അമ്മമാർക്ക് കുട്ടികളോട് സംസാരിക്കാം. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും സംസാരിച്ച് തുടങ്ങും, മീൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും അവരോട്. അതൊരു സൗണ്ടാണ് ശരിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല സംഗീതം, ശുദ്ധ സംഗീതം കേൾപ്പിക്കുന്നത് നല്ലതാണ് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക്. ഇൻസ്ട്രുമെന്റ് മ്യൂസിക്. ഓക്കെ, ഇതൊന്നും നമ്മളായിട്ട് ആരും ഇതാക്കി കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. ഇത് നാച്ചുറലി ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ആ കുട്ടിക്കാണ് നമ്മൾ സൗണ്ട് ഹീലിംഗ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ റേക്കി അല്ല ഞാൻ കൊടുത്തത്, സൗണ്ട് ഹീലിംഗ് മാത്രമായിട്ട് കൊടുത്തു. അപ്പം നല്ല മാറ്റമുണ്ട്. ആദ്യത്തെ സെഷനിൽ തന്നെ ഇച്ചിരി കൂടെ ഓപ്പൺ ആയി തുടങ്ങി കുട്ടി സംസാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാനും. ഇത് ഒരു 11 വയസ്സ്. മറ്റുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ ഞാൻ ചെയ്തായിരുന്നു. അതിൽ ഗ്രൂപ്പായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര എഫക്റ്റീവ് ആണ് ഈ ഇൻഡിവിജ്വലിനെക്കാളും അല്ലേ? ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ എല്ലാവരിലേക്ക് എത്തുന്ന ആ ഒരു വൈബ്രേഷൻ ഭയങ്കരമാണെന്ന്. ഗ്രൂപ്പായിട്ട് കൊടുത്തു ഞാൻ. അതൊരു എന്താ പറയുക, അവിടുത്തെ ഒരു PTA അങ്ങനെ അറേഞ്ച് ചെയ്തതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കോൺസെൻട്രേഷൻ ലെവലൊക്കെ സ്കൂൾസിലൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. കോൺസെൻട്രേഷൻ ലെവലൊക്കെ കൂട്ടാൻ ഇത് പല ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ചേഞ്ച് വരും. അപ്പം അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായി. അപ്പം ചില പ്രോഗ്രാമിലും ഇങ്ങനെ പല ഏജ് കാറ്റഗറി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് പിന്നെ റേക്കി ഞാൻ എന്താ പറയാലോ, ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സുഹൃത്തോ അല്ലെങ്കിൽ എൻ്റെ ഗൈഡ് എന്നൊക്കെ പറയാം. എൻ്റെ ഒരു പാർട്ട്ണറാണ്. അപ്പോൾ റേക്കി വെച്ചിട്ട് ഞാൻ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞല്ലോ അന്ന് ബുദ്ധ മോങ്സ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാൻറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് റേക്കി എനർജി കൂടെ കൊടുക്കാം. റേക്കി അപ്പം അത് ഞാനത് വെച്ചിട്ട് ചെയ്തു. കുറച്ച് പേർക്ക് അവർക്ക് നല്ല മാറ്റങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ പറയില്ലേ, നമുക്കൊരു ടൂള് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമ്മളാണ് നമ്മുടെ രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുക. നമുക്ക് ഒരു പ്രത്യേക രീതി നമ്മുടെ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ മ്യൂസിക് ആയാലും അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക്, അല്ലെങ്കിൽ സ്ലോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ. അതുപോലെ തന്നെ നമ്മളതിനെ മോൾഡ് ചെയ്തെടുത്ത് ചെയ്ത് നോക്കിയപ്പം എന്തായാലും സൗണ്ട് എന്തായാലും മാറ്റം ഉണ്ടാവും. പാറ്റേൺ അല്ലെങ്കിൽ നമ്മളുടെ എന്ത് തന്നെ ആയാലും അത് മാറ്റും. ഇമോഷൻസ് ഇതിലൊക്കെ ഭയങ്കര ചേഞ്ചസ് ആണ് വരുന്നത് ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ അത് ഈ റേക്കും കൂടെ ചെയ്തപ്പം ഇച്ചിരും കൂടെ പവറായി. സിംഗിങ് ബൗൾസ് ആകുമ്പോഴത്തേക്ക് അത് തന്നെ 2 ടൈപ്പ് മെറ്റലിലും ഉണ്ട്, ക്രിസ്റ്റൽസിലും ഉണ്ടല്ലേ? അതിനൊക്കെ വ്യത്യാസമുണ്ടോ? അതിന് സൗണ്ടിലും കുറച്ച് വ്യത്യാസങ്ങൾ വരും. നമ്മൾ പറയില്ല, ഈ 7 ചക്രാസിനും 7 ബോൾസ് ആണ് വരുന്നത്. അതിൽ യൂണിവേഴ്സൽ ബോൾ ഉണ്ട്. അത് ഏത് ചക്രയ്ക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് അതിന് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽസ് വെച്ചിട്ട് ചെയ്യുമ്പോഴായാലും അത് ഇച്ചിരി നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഓഫീസിൽ ഓക്കെ വരുമ്പോൾ, പക്ഷെ ഇത് കൊണ്ടടക്കാൻ പ്രയാസമാണ് ക്രിസ്റ്റൽ. അതുകൊണ്ടാണ് അത് പലരും ഉപയോഗിക്കുന്നതിന് കുറച്ചൊരു ഇത് വെക്കുന്നത്. അത് നന്നായിട്ട് എന്താ പറയുക, എടുത്ത് പെരുമാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിപ്പമുള്ളതും ഒക്കെ ഉള്ളതുണ്ടല്ലോ, പല ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് പക്ഷെ എല്ലാതും സെയിം തന്നെയാണ്. മ്യൂസിക് അല്ലെങ്കിൽ ഈ സൗണ്ട്, അത് ആ വേവ്സും ആ വൈബ്രേഷൻസും
വരുത്തുന്ന ആ ഇതുണ്ടല്ലോ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന അതാണ് നമ്മുടെ ബ്രെയിനിലെ വേവ്സ് കൊണ്ടുപോകുന്നത്. അത് നമ്മളുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പല പുറത്തായാലും പല എന്താ പറയുക യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഈ ക്ലിനിക്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ ഈ സൗണ്ട് ഹീലിങ്ങിന് പ്രത്യേക സെഷൻ ഉണ്ട്. പ്രത്യേകിച്ച് അവിടെ എനിക്ക് തോന്നുന്നു കാലിഫോർണിയയിൽ ഒരു ക്യാൻസർ പ്രിക്കോഷൻ സെൻറ്ററോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അവർ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെയിൻ കില്ലറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്യാൻസർ പേഷ്യൻസിന് ആ പെയിൻ ഉണ്ടല്ലോ, ആ പെയിൻ അറിയേയില്ല എന്ന് പറയുന്നത് സൗണ്ട് ഹീലിംഗ് കൊടുക്കുമ്പോൾ. അത് അവർക്ക് ഒരു റിഫ്രഷ്മെൻ്റ് ആണ്. ഈ മെഡിസിൻസൊക്കെ യൂസ് ചെയ്യുന്നത് വളരെയായിട്ട് കുറയ്ക്കും ഒക്കെ ചെയ്യും. നമ്മളുടെ നാട്ടിലാണ് കൂടുതലും മെഡിസിൻസൊക്കെ യൂസ് ചെയ്യുന്നത്, പുറത്തില്ല. പല ക്ലയൻസും വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട് ഇങ്ങനെ ഹീലിങ്ങിനൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഈ ഹോസ്പിറ്റൽസ് അതിൽ പോലും മെഡിസിൻ കഴിക്കലും കുറവാണ് മെയിനായിട്ട്. അവിടെ ഈ സെഷൻസാണ് സൗണ്ട് ഹീലിംഗ് അല്ലെങ്കിൽ റേക്കി അങ്ങനെയുള്ള പല മെഡിറ്റേഷൻസാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ റേക്കി ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് സ്വയം ഹീൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഈ സൗണ്ട് ഹീലിംഗ് ആകുമ്പോൾ നമ്മൾ പഠിച്ചാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ? അത് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട്. അതെങ്ങനെയാ ചെയ്യാം? നമ്മൾ തന്നെ ഒരിടത്ത് മെഡിറ്റേഷൻ മോളിൽ ഇരുന്നിട്ട് പക്ഷെ നമ്മൾ തന്നെ ആക്റ്റീവ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ള ആരെങ്കിലും എക്സ്ട്രാ പഠിപ്പിച്ചിട്ട് നമുക്ക് വേണ്ടി പറയുമല്ലോ, ഇതിങ്ങനെ തട്ടിയിട്ട് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ അതിലിങ്ങനെ ഫുൾ സറൗണ്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. പിന്നെ ഈ തോങ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്വയമായിട്ട് ചെയ്ത് റൂം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലിരുന്ന് ഒരു സൈലൻസിൽ ചെയ്യുന്നത് നമുക്ക് വേണ്ടത്. ഇച്ചിരി സൈലന്റ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റൂമാണ്. ആദ്യം ഒരു ഡിസ്റ്റർബൻസ്, വേറെ നോയ്സ് പുറത്തുനിന്ന് അങ്ങനെയുള്ള ഒരു റൂം. ഒരു പ്രിപ്പറേഷൻ വേണം, അത്രേ വേണ്ടൂ. അതായത് ആദ്യം ഒരു ഡിസ്റ്റർബൻസും പാടില്ല. അങ്ങനെയുള്ളൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ടൈമൊന്നും വല്ലതും ഉണ്ടോ അതിന് പ്രത്യേകമായിട്ട്? കൂടുതൽ ചെയ്യുമ്പോൾ നല്ലൊരു ടൈം അല്ലെങ്കിൽ പകലെന്നോ അല്ലെങ്കിൽ രാത്രിയോ അങ്ങനെ വല്ലതും? ഒന്നുമില്ലെങ്കിൽ ഏർലി മോർണിംഗ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം എപ്പോഴും ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയില്ലേ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈം ചെയ്യുന്നത് ഇച്ചിരി കൂടെ ബെറ്ററാണ്. പിന്നെ ഈ ഫുൾ മൂൺ ഡേയ്സിലൊക്കെ ചെയ്യുന്നത് ഇച്ചിരി കൂടെ എഫക്റ്റീവായിരിക്കും. ഇപ്പോൾ നമ്മൾ റേക്കി ആയാലും ഹീലിംഗ് കൊടുക്കുമ്പോൾ ഫുൾ മൂൺ ഡേയ്സിൽ കൊടുക്കുന്നുണ്ട്, ഫ്രീ ഹീലിംഗ് സെഷൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫുൾ മൂൺ ഡേക്ക് ഒക്കെ നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ അന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ റിലീസ് ചെയ്യാനും കുറേ പോസിറ്റിവിറ്റി എടുക്കാനും പറ്റിയൊരു ദിവസമാണ് വരുന്നത്. നമുക്ക് ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇന്ന പ്രശ്നം മാറണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇപ്പം ബോഡി പെയിൻ മാറണമെന്നോ അല്ലെങ്കിൽ സ്ട്രെസ് റിലീവ്ഡ് ആവണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഇൻറ്റൻഷൻ, ഒരു മാനിഫെസ്റ്റേഷൻ പോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു കാര്യം വേണ്ടത് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന അതെ ഫുള്ളായിട്ടത് എന്താ പറയുക വിട്ട് കളയാൻ അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കാൻ, അത് ആ ബ്രേക്ക് റെഡി ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ അത് എനർജി റിസീവ് ചെയ്യാൻ റെഡി ആയിട്ട് ഫുള്ളി ആയിട്ട് എടുക്കാനും ഉള്ളത് കളയാനും റെഡി ആയിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ അതായത് ഫുള്ളി അതിലേക്കാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്കാണ്ട് കളയാണ് നമ്മളെല്ലാ പെയിൻ ആയാലും ഇതായാലും ഈ സൗണ്ട്സ് ബ്രേക്ക് ചെയ്ത് കളയണമെങ്കിൽ ആളുടെ കൂടെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ യോഗ ചെയ്യിപ്പിക്കും. അപ്പം എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും പറ്റുന്ന ആസനാസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം റിലാക്സ് ചെയ്യിപ്പിക്കും. ആ റിലാക്സിങ് മോഡിലേക്ക് പോയിട്ടാണ് നമ്മൾ സൗണ്ട് ഹീലിംഗ് കൊടുക്കുന്നത്, സൗണ്ട് വെച്ചിട്ട്. അപ്പോഴേക്കും അവർ അതിലേക്ക് എത്തും. ഇതിപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റിലായിരിക്കും വരിക. നമ്മൾ ഫിസിക്കലി മെൻ്റലി എല്ലാ തരത്തിലും ടൈറ്റ് ആവും. അപ്പം അത് നമ്മൾ റിലാക്സ് ചെയ്യിപ്പിച്ച് അവർ അറിയാതെ തന്നെ അവരെ കൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്യിപ്പിക്കുക. ഹോർമോണൽ ഇംബാലൻസും ഒക്കെ ഇതുപോലെ തന്നെ ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും. അസലായിട്ട് പറ്റും, നല്ല മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുന്ന ആണല്ലോ പല കാലഘട്ടങ്ങളിലും. അപ്പോൾ ഈ സൗണ്ട് ഹീലിംഗ് വഴി ഇതൊന്ന് ബാലൻസ്ഡ് ആക്കാനും ചക്രാസ് ബാലൻസ്ഡ് ആക്കാനും
ഈ സൈക്കിൾസ് ഒക്കെ മാറി വരുമ്പോഴേ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മാറാനും ഒക്കെ ഒരുപാട് സഹായക ആവും തോന്നുന്നു അല്ലേ? അതെ അതെ, അത് ഇതാണ്. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞില്ലേ ക്യാരിയിങ് ആയിരിക്കുന്ന അമ്മമാര്, അവരും ഓക്കെ അവരായി ആ സമയത്ത് ഹാപ്പി ഒക്കെയാണ്. പക്ഷെ പിന്നെ നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ഉണ്ടാകുന്ന കുറെ മാറ്റങ്ങൾ, ഡിപ്രഷൻ അല്ലെങ്കിൽ അത് പുറത്ത് നിൽക്കണവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് അടുത്തവർക്കൊക്കെ അറിയുന്നുണ്ടാവും. കാരണം അത്രയും ചിലപ്പോൾ ദേഷ്യം വരും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും, അതങ്ങനെ തന്നെ ഇങ്ങോട്ട് പോരും. ഓക്കെ, അപ്പം പക്ഷെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അത്രയും ഇതെടുത്തിട്ട് കഴിക്കുന്നത് വീണ്ടും ഇതാവോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്. ഉറക്കം ശരിയാവുണ്ടാവില്ല ചിലവർക്ക്, നമുക്ക് ഉറക്കമില്ലാതെ ഒരുപാട് ഡിലേഡ് ആയിട്ട് ഉറങ്ങുന്നവരുണ്ട്, രാവിലെ എണീക്കാൻ ക്ഷീണത്തോടുകൂടി എണീക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇത് കേട്ടോണ്ട് ഒക്കെ കിടക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും അല്ലേ? ഉറക്കക്കുറവ് ഈ മരുന്നൊന്നും കഴിക്കാതെ തന്നെ മരുന്നൊക്കെ കഴിക്കല് തന്നെ വേണ്ട എന്ന് വെക്കും ചിലർ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം റേക്കിയിലായാലും ഹീലിംഗ് എടുത്തിട്ട് കുറേ പേര് അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം റേക്കി ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഹീലിങ്ങിന് വന്നവരാണ് ഈ പഠിക്കുന്നത് മെയിനായിട്ട്. അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുമ്പം അതിൽ പഠിച്ചാൽ കൊള്ളാം, നമുക്ക് സ്വയം ഹീൽ ചെയ്യാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഹീൽ ചെയ്യാം എന്ന് ചിന്തിക്കും. അതിപ്പോൾ ഹീലിങ്ങിന് വരുന്നവരോട് ഞാൻ ആദ്യം പറയും, നിങ്ങൾ 2-3 ദിവസം അങ്ങനെ ഹീലിംഗ് എടുത്തോ, എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്നാണ്. അപ്പം എല്ലാവരും അങ്ങനെയാണ്. ചില ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പം ഇത് തന്നെ 2-3 സ്റ്റെപ്സ് ലെവൽസ് ഉണ്ടല്ലോ. ചിലപ്പോൾ ഈ ഫസ്റ്റ് ലെവൽ മാത്രം പഠിച്ചാൽ പോരാ, അല്ലെങ്കിൽ അടുത്തയിലേക്ക് പോകണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതൊരു പിന്നെ മാസ്റ്റർ ടീച്ചറൊക്കെ അത് പിന്നെ പഠിപ്പിക്കേണ്ടവർക്കാണ് ആവുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു പോണ്ടി വരും എന്ന് വെച്ചിട്ട് ചിലപ്പോൾ പഠിക്കുന്നവരും ഉണ്ടാവും. ചിലപ്പോൾ ഫസ്റ്റ് ലെവൽ കൊണ്ട് നിർത്തുന്നവരുണ്ടാവും അല്ലേ, പല രീതിയിൽ പോകുന്നവരുണ്ടാവും. ഇപ്പം എല്ലാവരും ഇപ്പോൾ നമ്മളുടെ മാസ്റ്റർ ടീച്ചർ ആവണേക്കാൾ മുന്നേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലെവൽ വരെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഫസ്റ്റിൽ നമ്മൾ പഠിപ്പിക്കുന്നത് സെൽഫ് ഹീലിങ്ങും മറ്റുള്ള ഹീലിംഗാണ്. സെക്കൻഡ് ആകുമ്പം അത് ഇച്ചിരി കൂടെ സ്പീഡ് ആൻഡ് ഫാസ്റ്റ് ആവും കാര്യങ്ങൾ. തേർഡ് എന്ന് പറയുന്നത് മാസ്റ്റർ ഹീലർ ലെവലാണ്. അപ്പോൾ ഫസ്റ്റിൽ വരുന്നവർക്ക് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഹീലിംഗ് സ്വന്തമായിട്ടായാലും മറ്റുള്ളവരായിട്ടായാലും ചെയ്യാൻ. അപ്പോൾ സമയം എടുക്കുമ്പം ചിലർക്ക് ഈ പെട്ടെന്ന് ഇത് വേഗം കാര്യങ്ങളൊക്കെ നടക്കണം, അല്ലെങ്കിൽ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഫസ്റ്റ് ഇതോടുകൂടി നിർത്തും. ഓക്കെ, അതല്ല ഇത് അവർ കണ്ടിന്യൂ ചെയ്ത് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്താലും ഓക്കെ, അവർക്ക് ആ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്നതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അവർ എന്തുണ്ടെങ്കിൽ തന്നെ സെക്കൻഡിലേക്ക്, അതായത് നെക്സ്റ്റ് ലെവലിൽ എനിക്ക് പഠിക്കണം, ഇച്ചിരി കൂടെ സ്പീഡാക്കണം, ഇച്ചിരി കൂടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഹീലിംഗ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. സെക്കൻഡ് ലെവലിൽ ദീക്ഷയില്ലേ? ഉണ്ട്, ഫസ്റ്റിലും ഉണ്ട്, സെക്കൻഡിലും ഉണ്ട്, തേർഡിലും ഉണ്ട് ദീക്ഷ. അപ്പം ഈ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ട് വരുന്നവരാണ് ഫസ്റ്റ് വെച്ചിട്ട് പിന്നെ നിർത്തുന്നത്. അവർക്ക് ക്ഷമയുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അത്രയും സമയം എടുത്തിട്ട് അവർക്ക് ചെയ്യാനുള്ള പേഷ്യൻസ് കുറവായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും. പക്ഷെ എൻ്റെ അടുത്ത് വന്ന ഒരു ഇതൊക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹീലിംഗ് കൊടുത്തിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ വിശ്വസിച്ചിട്ട് വന്നവരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവർ പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് യെസ്, അതിൽ തന്നെ എത്ര പേര് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമായി. അവർ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ സ്റ്റുഡൻസൊക്കെ എല്ലാത്തിലും നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഇപ്പം പേരൊന്നും ഞാൻ പറയില്ല, അവർ ഈ സ്കൂട്ടർ എത്രയോ നാളായിട്ട് വർക്ക് ചെയ്യാതിരുന്നിരുന്ന സ്കൂട്ടറാണ്. ആ ഒരു റേക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു. ഇപ്പം എന്നും ഓടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും, അസുഖങ്ങൾ, അമ്മ വയ്യാതിരിക്കുമായിരുന്നു. അങ്ങനെ അമ്മ എണീറ്റ് ഭക്ഷണമൊന്നും കഴിക്കണില്ല, വെള്ളം മാത്രം കുടിക്കണ ഒരു ഇതിലായിരുന്നു. അതങ്ങനെ ഹീലിംഗ് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ എണീറ്റ് നടന്നു തുടങ്ങി പറഞ്ഞിട്ട്.
അപ്പോൾ 2 ദിവസം കൊണ്ട് നടന്നു തുടങ്ങി. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് എഫക്റ്റീവ് ആയത്. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കിട്ടും. ഇതൊക്കെ ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് സ്വയം പ്രൊട്ടക്ഷൻ ഇട്ടിട്ടല്ലേ ഈ ഹീലിംഗ് ചെയ്യുന്നത്? അതെ അതെ, നമുക്ക് ഇപ്പം റേക്കിൽ എന്ത് ഹീലിംഗ് ചെയ്യാലും നമ്മൾ പ്രൊട്ടക്ഷൻ ഇടുന്നുണ്ട്. പിന്നെ ചിലവർക്ക് പേടി ഉണ്ടാവും, ഇതിപ്പോ അവർക്കുള്ളത് എനിക്ക് വരുമോ എന്നുള്ളത്. നമ്മൾ ഒരിക്കലും ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ വേറെ ഹീലേഴ്സിനെ ഏൽപ്പിക്കാം. കാരണം നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുമ്പം അവരുടെ ഇമോഷൻസ് കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ കൂടുതൽ നമുക്കാണ് പ്രഷർ, നമ്മൾ പ്രഷർ എടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടും, നമുക്ക് ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് ഞാൻ ചെയ്യാണ്ടിരിക്കും. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഈ ഇമോഷൻ എടുക്കുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ ആ ഡോക്ടർക്ക് ഇപ്പോൾ ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വന്നിരിക്കുന്ന വെച്ചാൽ ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് അതിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അതായത് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ല, ആൾക്കൊരു പേടി. ഇപ്പൊ സർജറി ആയാലും എടുക്കാം. അപ്പം അത് പറയില്ല, ഇമോഷൻസ് വെച്ചിട്ട് കളിക്കാൻ പാടില്ല. ഡോക്ടേഴ്സിനൊക്കെ ഇങ്ങനെ ഇമോഷൻസ് ഉണ്ടെങ്കിൽ പ്രശ്നമല്ല. പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇതെന്താ ഡോക്ടർ ഒരു നിർവികാര ജീവി പോലെ അങ്ങനെ തോന്നാറുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ലേ, എല്ലാതും അത്രയും ഇതിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയിൻ അവർക്ക് കിട്ടും, ചിലപ്പോൾ കൈ വരെ വിറയ്ക്കും. അപ്പം അതും പാടില്ല. അപ്പം ഇമോഷൻസിന് നമ്മൾ മാറ്റി വെക്കണം ഒരു ഹീലിംഗ് എടുക്കുമ്പം. അതായത് ആളുടെ ഇമോഷൻസ് എടുക്കരുത്. നമുക്ക് വേണ്ടത് എന്താ, ആൾക്ക് വേണ്ടത് എന്താ, ആൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ, അത് നമ്മൾ ചെയ്യാം. ഇതേ കാര്യം ഇപ്പം റേക്കിയുടെ കാര്യത്തിൽ നമ്മൾ പ്രൊട്ടക്ഷൻ്റെ പറയുന്നത്, അപ്പോൾ സൗണ്ട് ഹീലിംഗിൽ ഇതേ പ്രൊട്ടക്ഷൻ എടുത്തിട്ടാണോ ചെയ്യുന്നത്? അതെ, ആണല്ലേ. പ്രൊട്ടക്ഷൻ ഈ ഒരു വൈബ്രേഷനൊക്കെ വന്നാലും നമ്മളെ അത് നെഗറ്റീവ്സ് നമ്മളെയും എഫക്റ്റ് ചെയ്യാം. അപ്പം പ്രൊട്ടക്ഷൻ വേറെ രീതിയാണോ, അതിനൊരു വേറെ രീതിയാണോ? അത് സൗണ്ട് വെച്ചിട്ട് തന്നെയാണ് പ്രൊട്ടക്ഷൻ ഇടുന്നത്. ഓക്കെ, സൗണ്ട് കൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ സൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാനും പറ്റും. പ്രൊട്ടക്ഷൻ ബ്രേക്ക് ചെയ്യല്ല കേട്ടോ, ബാക്കിയുള്ള പാറ്റേൺസ് ഇല്ലേ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ളത് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സൗണ്ട് ഹീലിങ്ങിന് നമ്മളിപ്പോൾ സ്വയമേവ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുന്നുകൊണ്ടായിരിക്കുമല്ലേ ചെയ്യുന്നത്. നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യുമ്പോഴാണ് അയാളെ കിടത്തിയിട്ട് സ്വസ്ഥമാക്കിയിട്ട് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതോ സൗണ്ട് ഹീലിങ്ങിന് കിടത്തിയിട്ടാണ്? അല്ല, നമ്മളിപ്പോൾ സ്വയമേവ പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കിടന്നിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ഇല്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പഠിച്ചോടത്തുനിന്നൊക്കെ പറഞ്ഞത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ നമുക്ക് ആ സൗണ്ട് നമ്മളുടെ മൈൻഡിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലൂടെ ആ വൈബ്രേഷൻ നമുക്ക് കടത്തിവിടാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, നമ്മളതിൽ ഒരു ഇത് കിട്ടി, അത് നമ്മളെങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മളാണ് നോക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഞാനത് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതൊരു ഇതായിട്ട് എവിടെയും പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ കേസിൽ എനിക്ക് സൗണ്ട് ഹീലിംഗ് ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാം. അപ്പം അത് അവർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഇത് തെറ്റാന്ന് പറഞ്ഞിട്ട് കുറേ കൂട്ടർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് ഹീലിംഗ് വഴി ഗ്രീഷ്മയിൽ വന്നൊരു മാറ്റം ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് എന്താണ്? സൗണ്ട് ഹീലിംഗ് മൂഡ് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ആക്കാൻ പറ്റും. ഇമോഷണൽ ബാലൻസ് നന്നായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള മൈൻഡ്, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക, അല്ലെങ്കിൽ ദേഷ്യം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ടല്ലേ? ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിന് ശേഷം. അതിനുശേഷം ഓൾറെഡി ഞാനൊരു ബാലൻസ്ഡ് ആയിട്ട് റേക്കിലേക്ക് വന്നതിന് ശേഷം ഓക്കെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തു. ചില പെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ സൗണ്ടിലൂടെ പോവാണ്. ചിലപ്പോൾ നല്ല തലവേദനയായിട്ടിരിക്കുന്നു, മൈഗ്രെയിൻ ഉണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സൗണ്ട് വെച്ചിട്ട്. മൈഗ്രെയിൻ ഉള്ളവർക്ക് സൗണ്ട് ചിലപ്പോൾ പറ്റില്ല. ആണോ? കാരണം
ആ മൈഗ്രെയിൻ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ സൗണ്ട് പിടിക്കില്ല ആ സമയത്തല്ലേ, നമുക്കത് കൂടുതലായിട്ട് നമുക്ക് വോമിറ്റിംഗ് പോലെ സെൻസേഷൻ ഒക്കെ വരാം. അതായത് മൈഗ്രെയിൻ ഉള്ളവർക്ക് മൈഗ്രെയിൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് ആ സൗണ്ടിൽ ഇച്ചിരി ഇതൊക്കെ വരുത്തി മാറ്റങ്ങളൊക്കെ വരുത്തി വൈബ്രേഷൻ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് സൗണ്ട് ഹീലിങ്ങിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് വൈബ്രേഷൻസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, വൈബ്രേഷൻ പ്ലസ് ഫ്രീക്വൻസിയാണ് ഈ സൗണ്ട് ഹീലിങ്ങിന് വരുന്നത്. നമ്മളുടെ ശരീരത്തിലൂടെ പോകുന്നത്, നമ്മളുടെ ശരീരത്തിൽ അത് എഫക്റ്റ് ചെയ്യാൻ കാരണം നമ്മളുടെ ശരീരത്തിൽ 70% വാട്ടറിൻ്റെ കണ്ടൻറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ കൂടെ സൗണ്ട് പോകുന്നത് ഈസിയാണ്, നമുക്കറിയാൻ പറ്റും ശരിക്കും അതതിൽ ആയിക്കഴിഞ്ഞാൽ. അപ്പം ഈ മൈഗ്രെയിൻ ഉള്ളവരോട് ആ സമയത്ത് ചെയ്യാതിരിക്കുക. ഇല്ലാത്ത സമയത്ത് നമുക്ക് അതിൽ ആ ഫ്രീക്വൻസിയൊക്കെ മാറ്റി ചേഞ്ചൊക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും, മാറ്റങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ ഒരു ക്യാൻസർ പേഷ്യൻ്റെ കാര്യം പറഞ്ഞില്ലേ, മാറത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു അസുഖം മാറിയതായിട്ട്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു അസുഖമാണ്. അതെന്ന് വെച്ചാൽ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേട്ടോ, അത് മാറിയെന്ന് വരെ ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ, അതെന്താണ് സംഭവം? അത് ശരിക്കും ഞാൻ റേക്കി ചെയ്തിട്ടാണ്. റേക്കി ഹീലിംഗ് കൊടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുണ്ട്, അതിലും കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എൻ്റെ അടുത്ത് വന്നത് അവരുടെ റിലേറ്റീവ് ആണോ എന്നറിയില്ല, അദ്ദേഹമാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. സെർക്കോമ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്, ക്യാൻസറാണ്. ഇത് റയറസ്റ്റ് ആണ്. അതായത് 1,00,000-ൽ 1 പേർക്ക് ഒരാൾക്ക് എന്നുള്ള രീതിയിലാണ് വരും എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഹീലിംഗ് കൊടുത്തായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രൂപ്പിലായാലും ഇടയ്ക്ക് ഫ്രീ ഹീലിങ്ങിലായാലും ഒക്കെ ചെയ്യും. പിന്നെ എന്നും ഇങ്ങനെയുള്ളത് വരുമ്പം നമ്മൾ ചെയ്യും, എത്ര സമയം എടുത്തിട്ടായാലും. കാരണം അത്രയും പെയിനും കാര്യങ്ങളും ആള് അനുഭവിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരിതല്ലേ. അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ അവർ വിളിച്ച് പറഞ്ഞു അത് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓഫീസിലേക്ക് വിളിച്ച് പറയുണ്ടായത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം, അതിൻ്റെ ഒരു ഭാഗമാവാൻ മാറി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ. മാറി, അദ്ദേഹം ആക്റ്റീവ് ആയിട്ടുണ്ട്, ഫ്ലൂട്ടൊക്കെ വായിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. രണ്ടാം ജീവിതം അല്ലെ രണ്ടാം ജന്മം കിട്ടിയ ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റതിൽ എന്തായാലും ഒരു എന്താ പറയുക സന്തോഷം, ഗ്രേറ്റ്, അത്രയും പറയാൻ പറ്റുള്ളൂ. നന്ദി പ്രപഞ്ചത്തിനോടുള്ള സൗണ്ട്, എനർജി എല്ലാം കൊണ്ട് തന്നെ നമുക്ക് ആ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു. അത് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് ഹീലിംഗ് കൊടുത്തിരുന്നത് അല്ലേ. ഡിസ്റ്റന്റ് ആയിട്ടാണ്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ഹീലിംഗ് ഒരുവിധം ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ ഡിസ്റ്റന്റ് ആയിട്ടാണ് ഹീലിംഗ് കൊടുക്കാറ്. അപ്പം ഇതും ഡിസ്റ്റന്റ് ആയിട്ടാണ് പലർക്കും. അതൊരു എന്താ പറയുക, അത്രയും സന്തോഷമുണ്ട്. ഇത് നമ്മളെന്ന് വെച്ചാൽ അവർ മെഡിസിനും ഉണ്ട്, പിന്നെ ഡോക്ടേഴ്സിനെയും കാണിച്ചുകൊണ്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ ഹീലിങ്ങും കൊടുത്തു. അവരെന്നോട് പറഞ്ഞിരുന്നു 2 ആഴ്ച കൂടുമ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കും, അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോയെന്ന്. അപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവർ 2 വീക്സ് കഴിഞ്ഞപ്പം ചെക്ക് ചെയ്തിട്ട് തന്നെ വിളിച്ച് പറഞ്ഞു ചെറിയൊരു ഇതുണ്ട്, മാറ്റമുണ്ട്. അങ്ങനെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷം. അത് ഈ തൊലിപ്പുറത്ത് ഇങ്ങനെ വ്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിൽ അസുഖമായിരുന്നു അല്ലേ? തൊലിപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല, അത് ഇന്റേണലിയും എഫക്റ്റ് ചെയ്യും. അതായത് അത് ഒരു ഭാഗത്ത് മാത്രമല്ല, അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന ടൈപ്പ്. കീമോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു, ചെയ്തിട്ടും എഫക്റ്റ് അല്ല. അതായത് അപ്പോൾ ആ സമയത്ത് ഓക്കെ, പിന്നെ വേറൊരു സ്ഥലത്തായിരിക്കും അത് വരിക. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് മാറി കിട്ടിയത്. അപ്പം അതൊരു സന്തോഷം, ഒരു വലിയൊരു അനുഭവമാണല്ലേ.